ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപിനാഥ് പാർവതിയോട് പറയും, ഗായത്രിയും ഇങ്ങനെ തന്നെയായിരുന്നു. അവൾ പോയതോടെ വലിയ ശൂന്യതയായിരുന്നു ഈ വീട്ടിൽ. ഗായത്രി നഷ്ടപ്പെട്ടത് വല്ലാത്തൊരു കുറവ് തന്നെയായിരുന്നു. പക്ഷേ ആ കുറവെല്ലാം നീയായിട്ട് മാറ്റിയെടുത്തു. അപ്പോൾ പാർവതി പറയും, ഞാൻ ഒരിക്കലും ദേവമ്മയ്ക്ക് പകരമാവില്ല. എങ്കിലും ദേവമ്മ എന്നെ ചില കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാനത് കൃത്യമായിട്ട് നിറവേറ്റും. അപ്പോൾ ഗോപിനാഥ് പറയും, നീ സൂക്ഷിക്കണം. എനിക്ക് പ്രായം ഒത്തിരിയായി, ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്. ശത്രു ആരാണെന്ന് അറിഞ്ഞിട്ടും ആ ശത്രുക്കൾ കൺമുമ്പിൽ നിൽക്കുമ്പോഴും അവർക്കെതിരെ ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായനാണ് ഞാൻ. അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി നിനക്കിങ്ങനെ തനിച്ച് പോരാടി വരില്ലായിരുന്നു. അപ്പോൾ പാർവതി പറയും, അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അച്ഛനിപ്പോൾ അച്ഛൻ്റെ ആരോഗ്യകാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമുക്കാർക്കും ഒരു അബദ്ധം സംഭവിക്കില്ല. നമുക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എല്ലാം ഉദയനൊരമ്മ കാണുന്നുണ്ട്. അമ്മ നമ്മളെ കാത്തുരക്ഷിക്കും. അപ്പൊ ഗോപിനാഥ് പറയും, വിനയൻ എവിടെ നിന്നോ റിയ എന്ന പെണ്ണുമായിട്ട് വന്നിരിക്കുന്നു. അത് കാരണം കണ്ണുനീർ കുടിക്കുന്നത് നമ്മുടെ ഗാർഗിയാണ്. റിയയെ ഒഴിവാക്കി എങ്ങനെ ഗാർഗിയുടെ ലൈഫ് സുരക്ഷിതമാക്കാമെന്ന് എനിക്കറിയില്ല. അവനും അവളും വന്നിരിക്കുന്നത് എന്തോ ഒരു ലക്ഷ്യത്തോടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മോള് കണ്ടറിഞ്ഞ് പെരുമാറണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛൻ സമാധാനമായി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് റിയ ബബിൾ സൂതി ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് വിടുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് വരുന്ന വിശാല ദേഷ്യത്തോടെ റിയോട് ചോദിക്കും, താൻ എന്താ ഈ കാണിക്കുന്നത്? അപ്പോൾ റിയ പറയും, ഞാനിവിടെ ബബിൾ സൂതി കളിക്കുന്നു. നല്ല രസമല്ലേ കുമിളകൾ ഇങ്ങനെ പറന്നു പോയിട്ട് പൊട്ടുന്നത് കാണാൻ? അപ്പോൾ വിശാൽ പറയും, തനിക്കത് രസമായിരിക്കും, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. തനിക്ക് കുമിളകൾ ഊതി കളിക്കണമെങ്കിൽ അത് ഈ വീടിനകത്തല്ല ചെയ്യേണ്ടത്, പുറത്ത് മുറ്റത്ത് പോയി കളിക്കണം. അപ്പോൾ റിയ ചോദിക്കും, ഇവിടെ വെച്ച് ഇത് ചെയ്താൽ എന്താ കുഴപ്പം? കുമിള വീണതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങളൊന്നും തകരില്ലല്ലോ. ഇല്ല, പക്ഷേ ഈ വീടിന്റെ പരിശുദ്ധി തകരും. ഇതെന്റെ അമ്മ ക്ഷേത്രം പോലെ പരിചരിച്ചിരുന്ന വീടാണ്. ഇപ്പോൾ പാർവതിയും അങ്ങനെ തന്നെയാണ് ഈ വീട് നോക്കുന്നത്. എന്ത് തന്നെ ആയാലും ഈ വീടിനുള്ളിൽ ഈ വൃത്തികേട് പറ്റില്ല. താൻ കുമിള ഊതി വിട്ടത് മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ചിത്രത്തിലേക്കാണ്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ റിയ പറയും, അതൊരു ഫോട്ടോ അല്ലേ, അല്ലാതെ ഞാൻ വിശാൽ ബ്രോയുടെ അമ്മയുടെ മൂത്തേക്കൊന്നും അല്ലല്ലോ കുമിള പറത്തിയത്. ഫോട്ടോയിൽ ഒരു കുമിള വീണെന്ന് കരുതി മരിച്ചുപോയ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ വിശാൽ പറയും, താൻ എൻ്റെ ബ്രദറിന്റെ ഗേൾഫ്രണ്ട് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അത് താൻ കരുതുന്നത് പോലെ അമ്മയുടെ വേറെ ഒരു ഫോട്ടോ അല്ല, എൻ്റെ ജീവനാണത്. പിന്നെ ഈ വീട് എപ്പോഴും പരിശുദ്ധമായി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയോ? അറിയില്ല. എന്നാ കേട്ടോ, എൻ്റെ അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. പാർവതി പലപ്പോഴും അമ്മയെ ഇവിടെ കാണാറുണ്ട്, അമ്മയുമായിട്ട് നേരിട്ട് സംസാരിക്കാറുണ്ട്. അമ്മയുടെ സാന്നിധ്യമുള്ള ഈ വീട് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. ഈ വീടിൻ്റെ ഗസ്റ്റായ താനും അത് പാലിക്കണം. ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് വിശാൽ അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി പ്രതാപനെ കാണാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് പ്രഭാവതി പ്രതാപനോട് പറയും, സമയം മോശമായതുകൊണ്ടാണ് മോനെ നമുക്കിങ്ങനെ രണ്ടിടത്ത് കഴിയേണ്ടി വരുന്നത്. അതൊക്കെ മാറോ ചേച്ചി? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ നമുക്ക് പറ്റുമോ? എനിക്ക് തിരികെ ആ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അപ്പൊ പ്രഭാവതി പറയും, നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നീ ആത്മവിശ്വാസം കൈവിടരുത്. നമ്മൾ അവിടുത്തെ സ്വത്തുക്കളെല്ലാം നേടിയെടുത്തിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ ഈ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത്? അപ്പൊ പ്രതാപൻ പറയും, എല്ലാം പെട്ടെന്ന് വേണം. എനിക്ക് ആ ഹോസ്റ്റലിൽ കഴിഞ്ഞു മടുത്തു. ഇതിനേക്കാൾ ഭേദം ആ പാർവതിയെ തട്ടിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നതായിരുന്നു. അപ്പൊ പ്രഭാതി പറയും, ഈ വിഷമമൊക്കെ മാറും മോനെ. പിന്നെ വിനയ് വന്നിട്ടുണ്ട്. അവൻ നിന്നെ കാണാൻ വരാനിരുന്നതാണ്. ഞാനാ പറഞ്ഞത് വേണ്ട എന്ന്. പിന്നെ അവൻ മാത്രമല്ല, അവന്റെ കൂടെ റിയ എന്നൊരു പെൺകുട്ടിയും വന്നിട്ടുണ്ട്. റിയോ? അതാരാ? അവനെന്താ ചേച്ചി വേറെ കെട്ടിയോ? അപ്പൊ പ്രഭാതി പറയും, കെട്ടിയിട്ടൊന്നുമില്ല. ഗാർഗി ഡിവോഴ്സ് ചെയ്യാതെ അവൻ എങ്ങനെ വേറൊരുത്തിയെ കെട്ടും? കെട്ടിയില്ലെങ്കിലും രണ്ടിന്റെ പൊറുതി ഒരുമിച്ചാണ്. അപ്പോൾ ഗാർഗി പ്രശ്നം ഉണ്ടാക്കില്ലേ ചേച്ചി? അപ്പോൾ പ്രഭാവതി പറയും, അവളുടെ ആവലാതി കാര് കേൾക്കാൻ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊന്നും ഇവിടെ വെച്ച് പറ്റില്ല. ഏതായാലും വന്ന പെണ്ണ് കൊള്ളാം, അവൾ നമുക്ക് ചേരും. അപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിലും ചേച്ചി സേഫാണല്ലേ? അപ്പോൾ പ്രഭാവതി പറയും, അവർ രണ്ടുപേരും കൂടെയുള്ളത് ആശ്വാസം തന്നെയാണ്. പക്ഷേ അവരൊന്നും നിനക്ക് പകരമാവില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ വന്നത് നിന്നോട് ഒരു കാര്യം പറയാനാണ്. ചേച്ചി പറ, എന്താ മാറ്റർ? അപ്പൊ പ്രഭാവതി പറയും, പാർവതി ഇപ്പോൾ ഓഫീസിലുള്ള പഴയ കണക്കുകളൊക്കെ പരിശോധിക്കുകയാണ്. അവൾ കുറെ ക്രമക്കേടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്കുള്ളൊരു കുരുക്കാണ്. തിരുമറി നടത്തിയത് ഞാനല്ലേ? അഥവാ അവൾ അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് എത്തിയാൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിന്റെ പേര് പറയും. അതേ ഉള്ളൊരു വഴി.
ചേച്ചിക്ക് വേണ്ടി നീ അത് ഏറ്റെടുക്കില്ലേ മോനെ? അപ്പോൾ പ്രതാപൻ പറയും, ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു, ഇതും ഞാൻ ഏറ്റോളാം. പിന്നെ പ്രതാപനെ കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് പ്രഭാതി ഇടന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പാർവതി എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് പറയും, എന്താ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? ദൈവമേ, ആരാ ഉപദ്രവിക്കുന്നത്? അവർ എന്തിനാ ദൈവമേ ഉപദ്രവിക്കുന്നത്? ദൈവമേ അവർ ബന്ധിക്കാൻ പോവുകയാണോ? ദൈവമയ്ക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോവുകയാണ്. എന്താ ഈ സ്വപ്നത്തിന്റെ അർത്ഥം? ഈ സ്വപ്നത്തെക്കുറിച്ച് സാറിനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, സാർ ഒന്നും അറിയാതെ ഉറങ്ങുകയല്ലേ. സാറിനെ വിളിച്ചുണർത്തി വെറുതെ വിഷമിപ്പിക്കേണ്ട. അപ്പോഴാണ് പുറത്താരോ മുറ്റടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അത് ദൈവമേ ആയിരിക്കും എന്ന് കരുതി പാർവതി പുറത്തേക്ക് ഓടി വരികയാണ്. അത് കാണുമ്പോൾ പ്രഭാവതി പാർവതിയോട് ചോദിക്കും, നീ എങ്ങോട്ടാടി ഈ കൊച്ചു വെളുപ്പങ്കാലത്ത് ഓടിപ്പോകുന്നത്? അപ്പോൾ പാർവതി പറയും, പുറത്തെ ദൈവമ വന്നിട്ടുണ്ട്, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ പ്രഭാവതി ചോദിക്കും, ഗായത്രി ചേച്ചി പുറത്ത് വന്നിട്ടുണ്ട് എന്നാണോ നീ പറയുന്നത്? അപ്പോൾ പാർവതി പറയും, അയ്യോ ഞാൻ അതാണോ പറഞ്ഞതമ്മേ? ഉറക്കപ്പിച്ചില്ല എന്തോ പറഞ്ഞതാണ്. ദൈവമോ വന്നു എന്നല്ല, മുറ്റം അടിച്ചു വാരണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. രാവിലെ തന്നെ മുറ്റം അടിച്ചു വാരി മുറ്റത്ത് കളം വരയ്ക്കണം, തുളസിത്തറയിൽ വിളക്ക് വെക്കണം, അങ്ങനെ ധാരാളം ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർവതി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി വിചാരിക്കും, ഇവളെന്തിനാണ് ഇപ്പോൾ ഗായത്രിയുടെ പേര് പറഞ്ഞത്? എന്നെ ഭയപ്പെടുത്താൻ പറഞ്ഞതായിരിക്കുമോ? അതേസമയം പാർവതി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഗായത്രി അമ്മ കോലം വരച്ച് തുളസിത്തറയിൽ വിളക്കൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പാർവതി ഗായത്രി അമ്മയോട് ചോദിക്കും, അമ്മ ഇത്ര വെളുപ്പിനെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഗായത്രി അമ്മ പറയും, ഇതെൻ്റെ കടമയല്ലേ മോളെ, ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യും. അപ്പോൾ പാർവതി പറയും, അമ്മ എന്നും വന്ന് ഇവിടെ പൂജ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇനി മുതൽ ഞാനും അമ്മയുടെ കൂടെ വന്ന് ഈ പൂജയിൽ പങ്കെടുക്കട്ടെ. അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് റിയ അവിടേക്ക് വരുന്നത്. റിയ പാർവതി ഗായത്രി അമ്മയോട് സംസാരിക്കുന്നത് ഫോണിൽ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പ്രഭാവതി ആ കാഴ്ച കാണുന്നുണ്ട്. പാർവതി ആരോടാണ് സംസാരിക്കുന്നത് അറിയാൻ പ്രഭാവതി അവിടെ തന്നെ നിന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി ഗായത്രി അമ്മയോട് പറയും, ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഞാനൊരു ദുസ്വപ്നം കണ്ടു അമ്മേ. എന്താ മോള് കണ്ടത്? അപ്പോൾ പാർവതി പറയും, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയും സങ്കടവും ഒക്കെ തോന്നുകയാണ്. മോൾ എന്താ കണ്ടത്, അത് പറ. അപ്പോൾ പാർവതി പറയും, ദൈവമേ ആരോ ബന്ധിച്ചിരിക്കുന്നു, ദുർമന്ത്രവാദത്തിന്റെ ശക്തിയാൽ അവർ അമ്മയെ ഉപദ്രവിക്കുന്നു. ദേവമ്മ വേദന കൊണ്ട് കരഞ്ഞു നിലവിളിക്കുന്നു. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു ദേവമേ. അപ്പോൾ ഗായത്രി അമ്മ പറയും, നീ പേടിക്കണ്ട മോളെ, അത്ര പെട്ടെന്നൊന്നും ആർക്കും എന്നെ ബന്ധിക്കാനാവില്ല. നിന്നെ പോലെ ദൈവിക സ്പർശമുള്ളവർക്ക് മാത്രമേ ഞങ്ങളെ കാണാൻ പോലും പറ്റുകയുള്ളൂ. അതുകൊണ്ട് മേള് പേടിക്കണ്ട. അപ്പോഴാണ് പ്രഭാവതി പാർവതിയുടെ അടുത്തേക്ക് വരുന്നത് ഗായത്രി അമ്മ കാണുന്നത്. പ്രഭാവതി വരുന്നത് കാണുമ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗായത്രി അമ്മ പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി പാർവതിയോട് ചോദിക്കും, നീ ആരോടാ ഇത്ര നേരം സംസാരിക്കുന്നത്? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അപ്പോൾ പാർവതി പറയും, ഞാൻ തുളസി ദേവിയോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞതാമേ, ശത്രുദോഷം അകറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വിശാലിനെ പാർവതി ചായ കൊണ്ടുവന്ന് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ സാർ കുറച്ച് മുല്ലപ്പൂ മാലയും പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പോൾ വിശാല് ചോദിക്കും, അതെന്തിനാ? അപ്പോൾ പാർവതി പറയും, ഇന്ന് വളരെ വിശേഷമുള്ളൊരു ദിവസമാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ദേവമ്മ ഇവിടെ പൂജകളൊക്കെ നടത്താറുണ്ടായിരുന്നില്ലേ? അപ്പോൾ വിശാല് പറയും, ഉണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും അമ്മ ഒരു പൂജയും മുടക്കാറില്ല. അപ്പോൾ പാർവതി പറയും, ഇന്ന് നമുക്കും ഇവിടെ പൂജ നടത്തണം. ദേവി ദേവന്മാർക്കും വേണ്ടി മാത്രമല്ല ഇന്ന് പൂജ നടത്തേണ്ടത്, ദേവമ്മയുടെ ആത്മശാന്തിക്ക് കൂടി ഒരു പൂജ ഇന്ന് നമുക്ക് നടത്തണം. അതിനുവേണ്ടിയാണ് ഹാരവും പൂക്കളും വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ സാറിനോട് പറഞ്ഞത്. സാറ് മറക്കാതെ കൊണ്ടുവരണം. അപ്പോൾ വിശാല് പറയും, അമ്മയ്ക്ക് വേണ്ടി പൂജ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത് മറക്കോ പാർവതി? വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് വിശാല് പാർവതിയോട് യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ പാർവതി മനസ്സിൽ വിചാരിക്കും, ഒരു ദുർമന്ത്രവാദവും ദേവമ്മയുടെ ആത്മാവിനെ ബാധിക്കല്ലേ ഉദയനൂരമ്മേ? ദേവമ്മയുടെ ആത്മാവിന് ഒരു തരത്തിലും കഷ്ടപ്പാട് വരുത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമല്ല, മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.